പാലാഴിപ്പൂമങ്കേ പൂനിലാവിൽ തേരിറങ്ങി നീവാ പാലാഴിപ്പൂമങ്കേ പൂനിലാവിൽ തേരിറങ്ങി നീവാ. അത് ശരി, നീയാണല്ലേ. പാലാഴിപ്പൂമങ്കേ പൂനിലാവിൽ തേരിറങ്ങി. ഹലോ, ഇതെന്ത് പറ്റി? കൊറേ നേരമല്ല ഈ പാലാഴിപ്പൂമങ്ക പാടാൻ തുടങ്ങിയിട്ട്. ഒന്നും പറയണ്ടടാ, ഈ പാട്ട് തന്നെ മായ വന്നോണ്ടിരിക്കുന്നു. ആ, അതങ്ങനെ തന്നെ. ഇനി അതെ, പ്രേതങ്ങൾക്കൊരു നിശ്ചിത പാട്ടുണ്ട്, അത് മാത്രം അങ്ങോട്ട് പാടിയാ മതി. അങ്ങനെ നിയമമുണ്ടല്ലോ അല്ലേ? അതാണ് ഞാനിവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ പെൺപ്രേത പാട്ട് മാത്രം കേട്ടിട്ടുള്ളേ. അതാണ് അല്ലേ? അല്ലടാ, ഈ ആൺപ്രേതങ്ങൾക്ക് പാടാൻ പറ്റുമോ? പെൺപ്രേതങ്ങൾക്കല്ലേ പാട്ട് പാടാൻ പറ്റുള്ളൂ. പാടാടാ, ആൺപ്രേതങ്ങൾക്കും പാടാം, പക്ഷേ ആരും കേൾക്കാൻ പാടില്ല. അത് ശരി, ദിവസം കാര്യമായിട്ടൊക്കെ പാടാം. എടാ, നിലാവിൻ്റെ പൂങ്കാറ്റിൽ നിശാപുഷ്പകന്ധം ഇതാണെന്ന് പിന്നെ വേറൊരു പാട്ടുണ്ടായില്ല. പുതുമഴയായി വന്നു നീ പുളകം കൊണ്ടു. ഓ മതി മതി, നിർത്ത്. അവൻ്റെ ഒരു പുളകം കൊള്ളിക്കല്. അപ്പൊ ആൺപ്രേതങ്ങൾക്ക് പാട്ടില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെയും പാർശ്വവൽക്കരണം വല്ലാത്ത കഷ്ടായി പോയി. അത് നീ പറഞ്ഞത് കറക്റ്റ്. പ്രേതം എന്ന് പറഞ്ഞാ പെണ്ണുങ്ങളുടെ രൂപമാണ് ഓർമ്മ വരിക. അതേത് യുക്തിവാദി ആയാലും ശരി, പെൺപ്രേതത്തെ കണ്ട അവൻ പേടിച്ചു തൂറും. എടോ, അത് പാർശ്വവൽക്കരണത്തിന്റെ അല്ല. പണ്ട് കാലത്തെ ഈ പെൺപ്രേതങ്ങളും ആൺപ്രേതങ്ങളൊക്കെ ഒരുമിച്ച് പേടിപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. ഈ പെൺപ്രേതങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല, അവര് ഒറിജിനൽ രൂപത്തിലല്ലേ പ്രത്യക്ഷപ്പെടുന്നത്. ഏതോ ഒരു പെൺപ്രേതത്തിനെ കണ്ട് പേടിച്ചിട്ട് കാറ്റങ്ങോട്ട് പോയി. അതോടെ പെൺപ്രേതങ്ങളുടെ മാർക്കറ്റ് അങ്ങോട്ട് കൂടി. ഈ കുട്ടിക്കുറപ്പ് അങ്ങോട്ട് മാത്രിട്ട് നടക്കണ ആൺപ്രേതങ്ങളെ കളിയാക്കാനും തുടങ്ങി. ഒരു വിലയില്ലാണ്ടായി. എല്ലടോ, തനിക്കിത് എവിടെ നിന്ന് കിട്ടി ഹിസ്റ്ററി? ഇത് ഞാനുണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? അല്ലടോ, തനകത്ത് എന്തൊരുക്കായിരുന്നു? കൊറേ നേരമല്ല. എടാ, നമ്മള് പ്രേതങ്ങൾക്ക് ഭക്ഷണം ചോര മാത്രമല്ലേ. ഇപ്പോഴത്തെ മനുഷ്യന്മാരെ ചോര വിശ്വസിക്കാൻ പറ്റില്ല, കൊടും വിഷമാണ്. അത് കുടിച്ചാ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാനേ പുതിയത് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോയോ എന്ന് അന്വേഷിച്ചിരിക്കുന്നു. അല്ല, എന്നിട്ട് കണ്ടുപിടിച്ചാ? എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ? അങ്ങനെ ഞാൻ ആലോചിച്ച് അങ്ങനെ കിടന്നു. ഷുഗർ വന്നല്ലേ മരിച്ചത്? നമ്മള് വിഷമുള്ള ചോര കുടിച്ചാൽ എന്താണ്? നമ്മള് പ്രേതങ്ങളല്ലേ, നമ്മള് മരിക്കൂല്ല. ചാവൂന്നൊന്നുമല്ല ഞാൻ പറഞ്ഞോളൂ. പിന്നെന്താണ്? എടാ, നമ്മൾ ഈ പ്രേതങ്ങളുടെ ഇടയിൽ ജാതിയും മതവും മറ്റു വല്ല ഇടാകൂടങ്ങളുണ്ടാ? അതില്ല. ഇവിടെ എല്ലാത്തരം പ്രേതങ്ങളും ഒരുപോലെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ പലരുടെയും ഉള്ളിൽ നമ്മ ജീവിച്ചിരുന്നപ്പോ ഇല്ലാത്ത വിധത്തിലുള്ള ജാതി മത ചിന്തകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി അവന്മാരെ വല്ല ചോരഞ്ഞ് നമ്മ കുടിച്ചിട്ട് നമ്മ തമ്മിലുള്ള ഈ സ്നേഹത്തിന് വല്ല കുറവ് സംഭവിച്ചാൽ ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഒരു കാര്യം പറയാണ്, ഇവിടെയെങ്കിലും അതൊന്നും ഇല്ലാണ്ട് സ്വസ്ഥമായി ജീവിച്ചോട്ടെ അല്ലേ? അശ്യോ, ഞാനൊരു കാര്യം പറഞ്ഞു. കാലത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓ, വീട്ടിൽ പോണ്ടായില്ലേ?
കിടക്കണ ഒരു പോത്ത്. ആ ഇവിടെ വന്നിക്കായിരുന്നു. താനിത് എവിടെയല്ലേ ഞാൻ പോയേക്കണ്? ഞാൻ ആ പാല വരച്ചോട്ടിട്ടുണ്ടായിരുന്നോടാ. ഓ മനസ്സിലായി, പഴകാമുകിനെ കാണാൻ. നീ ഒന്ന് പോടാ അവിടെ. അല്ലടാ, ഇവിടെ പുതിയൊരാള് വന്നെന്ന് കേട്ടു. എന്റെ നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു. ആടോ മൊയ്തു, തന്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞിരുന്നത്. ആളിപ്പോ മരിച്ചിട്ട് 2 മാസം കണ്ടാവാറായി. ആളാദ്യം താമസിച്ചിരുന്നത് നമ്മുടെ പുഴവക്കത്ത് ഊങ്ങുമരമില്ലേ, അതുമല്ലായിരുന്നു താമസിച്ചിരുന്നത്. നമ്മ ആദ്യമായിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വന്ന് ഇരിക്കുന്ന അവിടെ ഇല്ല. അപ്പൊ അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആള് പുറത്തിറങ്ങി നടന്നു. അപ്പൊ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒളിഞ്ഞു നോക്കാൻ വന്നാണെന്ന് ചോദിച്ചു കട്ടക്കല് എടുത്തെറിഞ്ഞ് ആളെറിഞ്ഞു. ആൾക്ക് ആകെ നാണക്കേടായി. അങ്ങനെ നമ്മുടെ ഇവിടേക്ക് വന്നത്. ഇന്ന് വന്നുള്ള ആള് അതേത് പോയിതു? ഒരു എന്തോ ഒരു ഇല്ല പേര് പറഞ്ഞല്ല. അത് ഒരു മൊയ്തു, ഇറച്ചി മൊയ്തു. അവനിവിടെ പണ്ടേ ഉണ്ട്. പിന്നുള്ളത് പള്ളി സെക്രട്ടറി, അവൻ വന്നിട്ടില്ല. പിന്നൊരു മൊയ്തു, ആ എച്ചി മൊയ്തു, അതന്നെ അവൻ തന്നെ. പടച്ചോനെ, അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോന്ന? അവനൊരു കുഴപ്പമുണ്ടായില്ല. അതിന് നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര കാലായി? എല്ലാം ഓർമ്മയുണ്ടാ? അതെ, താനിവിടെ വന്ന ശേഷേ നിപ്പ വന്നു, കൊറോണ വന്നു, പ്രളയം വന്നു, ഇതിലൊന്നും ആള് പോയില്ല. ദേ ഇപ്പൊ വന്നിട്ടുണ്ട്. എങ്ങനെ വരാനാണ് അമ്മാതിരി ആള്? അല്ല, എന്നിട്ട് മൂപ്പര എങ്ങോട്ട് പോയി? അയാള് വീട്ടിൽ പോണെന്ന് പറഞ്ഞു പോയല്ല. വീട്ടിലെന്തിനു പോകും? എന്തിനു വീട്ടിൽ പോയിന്നാ? അയാള് മരിച്ചപ്പോ വീട്ടുകാരൊക്കെയുള്ള വിഷമം അങ്ങേര് നേരിട്ട് കാണാൻ വേണ്ടി പോയേക്കാണ്. പാവം, അത്ര സ്നേഹം ഉണ്ടായിരിക്കും വീട്ടുകാരോട്. അതന്നെ ദേവരന്. ആ തന്റെ കൂട്ടുകാരൻ വന്നല്ല. എന്താണ് പോയതുക്ക? വീട്ടിൽ പോയിട്ട് അവരെ കണ്ട? ഇല്ലടോ, ഇന്നും ആരെയും കണ്ടില്ല അവിടെ. നമ്മൾ പ്രേതങ്ങൾക്ക് 41 ദിവസം കഴിഞ്ഞിട്ടല്ലേ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നും പറയാറുണ്ട് ആള് പോണം പോണം. ദേ ഒരവസരം കിട്ടിയാ പോയാണ്. 2 ദിവസം ഇപ്പൊ പോയിട്ട് വരണേ. അവര് ചിലപ്പോ ടൂർ പോയിട്ടുണ്ടാവൂടാ. താനൊന്നും മിണ്ടാണ്ടിരുന്നേ. ടൂറ് പോവേ? അവര് വല്ല ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടാകും, അതായിരിക്കുള്ളൂ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? അയാളുടെ മറ്റും പാവവും കണ്ടിട്ട് അയാൾ ഒരു പാവമാണെന്ന് വിചാരിച്ചാ നിങ്ങള്? ഇയാളെ ലോക ഹറാം പറഞ്ഞാക്കിയായിരുന്നു. താനൊന്നും മിണ്ടാണ്ടിരുന്നേ. താൻ ഓർത്താണ് പറഞ്ഞത്. പറയുമ്പോ ഒരു ബെല്ലും ബ്രേക്കൊക്കെ വേണ്ട. എന്താണ് ഞാൻ പറഞ്ഞത് നോണയെന്ന് വിചാരിച്ചാ? വേരിക്കണ ചോദിച്ചു നോക്ക്. എടോ, തന്നോടല്ലേ പറഞ്ഞ മായ കൂട്ടാൻ? ഏയ്, ഇയാളെ വഴക്ക് പറയണ്ട. ഇയാളൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ പണ്ടേ തോന്നിയിരുന്നു അമ്മാതിരിയാണ് ഇയാളുടെ സ്വഭാവേ. കുടുംബക്കാരൊക്കെ ഇയാൾക്ക് വേണ്ടിട്ടേ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങോട്ട് പോന്നത്. അല്ല, നിങ്ങൾ എന്തൊക്കെ കിടന്ന് പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലടാ. ഇയാളെ കാച്ചുണ്ടാക്കാൻ മാത്രം ജീവിച്ചിരുന്നത്. മര്യാദക്ക് തീറ്റയും കൂടിയില്ല. എന്നാ 10 പൈസ എനിക്കും കൊടുക്കുവോ? ഒരു ചപ്പണ മിഠായി അതുമില്ല. എങ്ങനെയാണെങ്കിലും ആരെ തട്ടിച്ചിട്ടാണെങ്കിലും പണമാണ് ഇയാൾക്ക് മുഖ്യം. എടാ, ഇയാളെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു നേരത്തെ നല്ല ഭക്ഷണമോ വസ്ത്രമോ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അതിശയിച്ചിട്ടുണ്ടടാ ഇന്നത്തെ കാലത്ത് ഇയാളെ ജീവിതം കണ്ടിട്ട്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? ഉണ്ടാക്കാന്നല്ലാതെ അനുഭവിക്കാനുള്ള യോഗം ഇങ്ങർക്കുണ്ടായ? ശരിയാണ് താൻ പറഞ്ഞത്. കാശിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടിയത്. നീ പറഞ്ഞതുപോലെ ആരെ പറ്റിച്ചിട്ടായാലും ഉണ്ടാക്കിയതിൻ്റെ മോഡിൽ ഇങ്ങനെ അരിക്കൂട്ടി. എന്തോ എനിക്കതൊക്കെ വലിയ ഹരമായിരുന്നു. എൻ്റെ കൂടെയുള്ളവരുടെയോ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവരുടെയോ മുഖമോ അവരുടെ അവസ്ഥയോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അല്ല, എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്നന്ന് തോന്നിയിരുന്നില്ല. എടോ കാക്ക, താനുണ്ടാക്കിയ മുതലൊക്കെ ഇല്ലേ താൻ മരിച്ചപ്പോ കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാ? ഇല്ലല്ല, അത്രേ ഉള്ളൂ. അതല്ലേടോ കാക്ക, നമ്മളെ കെട്ടിരിക്കുന്ന ഈ ഡ്രസ്സും ഈ തലയിലെ കെട്ടും പിന്നെ മൂക്കി വെച്ചിട്ടിരുന്ന പഞ്ഞി ഇതൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ അവിടെ നിന്ന്.
വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ തത്തം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വലിയ മഹാനായിരിക്കും. നാടിന് വേണ്ടുന്ന സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരാളെയാണല്ലോ ദൈവം ഇങ്ങോട്ട് വിളിച്ചത്. മതിയെന്ന് നിർത്ത് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ വേള കുടുംബക്കാരെ കാണാൻ പറ്റാത്ത വിഷമത്തിലാണ്. ഇല്ലടോ, നിങ്ങൾ പറയണമാതിരിയുള്ള വിഷമോ സങ്കടമൊന്നും എനിക്കില്ല. കുറ്റബോധം മാത്രമേ ഉള്ളൂ. 10-65 വയസ്സ് വരെ ആയുസ് തന്നിട്ടും മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി ജീവിക്കാൻ പറ്റാത്ത വിഷമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാവണം അവസാന കാലഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ നരകയാതന അനുഭവിച്ച് വേദന തിന്ന് വർഷങ്ങളോളം കിടക്കേണ്ടി വന്നത്. അയ്യോ നിർത്ത്, വെറുതെ സെന്റിമെന്റ്സ് അടിക്കല്ലേ, മനുഷ്യന്റെ മൂഡ് കളയാ. അതേന്ന് എന്തൊരു കഷ്ടം നോക്കിയേ. എടോ ഇനി പറഞ്ഞത് കാര്യം, ചത്ത് മണ്ണടിച്ചത് ഇവിടെ കണ്ട് പ്രേതായി വിലസാണ് നമ്മള്. ഇനി ഇവിടെ വല്ല സങ്കടപ്പെട്ട് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ആരോ പുതുതായി വന്നൊരു മണം വരണ്ടല്ല. ഇയാൾക്ക് മണം കിട്ടില്ലേ? ആരോ വന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാ മണം അല്ലേ? നമുക്ക് പോയി നോക്കാം. വന്നേ നോക്കിയേ. ആരോ ഉണ്ടേ, വാ 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 ഉണ്ടട്ടാ. നോക്കട്ടെ, മാറിയുള്ള സാധനങ്ങൾ മാറിയ ഞാൻ നോക്കട്ടെ. ഇതേതാണാവോ ഈ പുതിയ അവതാരം?